മലയാള സിനിമകളുടെ അടക്കമുള്ള സിനിമകളുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ റീ റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ മലയാളികൾ തീർച്ചയായിട്ടും കണ്ട് കൈയടിക്കുന്ന റീ റിലീസ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം രാജാവിൻ്റെ മകനായിട്ടുള്ള ലാലേട്ടൻ്റെ സിനിമകളാണ്. അപ്പോൾ ലാലേട്ടൻ്റെ സിനിമകൾ കണ്ടിങ്ങനെ കൈയടിക്കുന്ന പ്രേക്ഷകരുടെ മുന്നിലേക്ക് എനിക്ക് ഒരു സിനിമ ഒന്ന് റീ റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഈ സിനിമക്കാർ ഒരു സിനിമ ഒന്ന് ലാലേട്ടൻ്റെ റീ റിലീസ് ചെയ്ത് അടിപൊളിയായിരിക്കും. ആ സിനിമ 1996 ഇറങ്ങിയിട്ടുള്ള പ്രിൻസ് എന്ന് പറയുന്ന ആ ഒരു സമയത്ത് ഇറങ്ങിയിട്ട് ഭയങ്കരമായിട്ട് പരാജയപ്പെട്ട ഒരു സിനിമയാണ്. ആ സിനിമയുടെ മേക്കിംഗ് കൊണ്ടാണ് ആ സിനിമ പരാജയപ്പെടാൻ കാരണം. അത് സംവിധാനം ചെയ്ത സുരേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഭാഷയൊക്കെ രചനത്തിന് വെച്ച് ചെയ്ത സംവിധായകൻ്റെ ഒരു സിനിമയാണ്. ആ ഭാഷയുടെ വിജയത്തിന് ശേഷം അടുത്തതായിട്ട് പുള്ളി ചെയ്തൊരു സിനിമയാണ്. പക്ഷെ അത് ആ ഒരു കാലഘട്ടത്തിൽ മേക്കിംഗ്, അങ്ങനത്തെ ഒരു മേക്കിംഗ്, ഗാങ്സ്റ്റർ മൂവി, ഒരു ഫാമിലി ഗാങ്സ്റ്റർ മൂവി എന്നൊക്കെ രീതിയിലൊക്കെ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചു. പക്ഷേ അത് കാണുന്ന സമയത്ത് മലയാളത്തിൻ്റെ ഒരു കൾച്ചർ വെച്ചിട്ടുള്ള രീതിയിലല്ല. ഇന്നിപ്പോൾ KGF ഒക്കെ കാണുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് ആയിരുന്നു അന്ന് പുള്ളി ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല മലയാളി പ്രേക്ഷകർക്ക്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് പരാജയപ്പെട്ടു. പക്ഷേ ഇന്നായിരുന്നെങ്കിൽ ആ സിനിമ ഭയങ്കരമായിട്ട് ഹിറ്റായേനെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സിനിമ ഒന്ന് റീ റിലീസ് ചെയ്താൽ അടിപൊളിയായിരിക്കും. ഇപ്പോൾ മോഹൻലാലിൻ്റെ ഫാൻസ് തന്നെ അന്ന് ഭയങ്കരമായിട്ട് ഈ സിനിമയെ വിമർശിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പിന്നീട് വന്നിട്ടുള്ള മോഹൻലാൽ ഫാൻസ് ഒന്നും ഈ സിനിമയെ കുറിച്ചിട്ട് വലിയ രീതിയിൽ പറയുന്നില്ല. പക്ഷേ ഈ സിനിമ ഒന്ന് ഇന്ന് കണ്ടു നോക്കുക. എനിക്കൊന്ന് യൂട്യൂബിലും ഹോട്ട്സ്റ്റാറിലൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടു നോക്കി തന്നെ മനസ്സിലാവും. ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള യൂണീക്ക് ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആണ് അന്നും ഇന്നും ഈ സിനിമയ്ക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ റീ റിലീസ് ചെയ്യുവാണെങ്കിൽ ഈ സിനിമ ഒന്ന് മസ്റ്റായിട്ട് തിയേറ്ററിൽ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്നുള്ളത്.